ഇത് ഗുളിയാണ്, ഫംഗസിന്റെ ഗുളിയാണ്. അതിന് 1200 രൂപ ആണ് എടുക്കുന്നതിന്. ഇതിന് ഇത് വലിക്കുന്നത് 550, 350 ഇതൊക്കെ വേണം. ഒരു മാസത്തിന് മുമ്പേ തീരും. പിന്നെ വലിക്കുന്നത് ഇതിന്റെ ഇനിയിപ്പൊ മിഷ്യൻ മേടിക്കാൻ ഡോക്ടർ ആ മരുന്നിനൊക്കെ കുറിച്ച് തന്ന് ഈ വലിക്കുന്ന മിഷ്യൻ മേടിക്കാൻ പറഞ്ഞു, ആവി കൊടുക്കുന്ന. ആ മിഷ്യൻ മേടിക്കാനുള്ള നിവർത്തിയൊന്നുമില്ല. അതിനും വേണം 10,2500 രൂപ. ഇത് തന്നെ 20 വർഷം കൊണ്ടുള്ള എങ്ങായി. പ്രിയപ്പെട്ടവരെ, ഈ വീഡിയോ തട്ടി മാറ്റാതെ മാക്സിമം നിങ്ങളൊന്ന് ഷെയർ ചെയ്യണേ. കാരണം ഈ ഉമ്മയും ഉപ്പയും നിങ്ങളോട് കേഴുകയാണ് ഭക്ഷണത്തിനും മരുന്നിനും വേണ്ടി. ഈ കാലഘട്ടത്തിലും പട്ടിണിയും പരിവട്ടവുമായി ഇങ്ങനെ ഒരു കുടുംബം കഴിയുന്നു എന്ന് പറയുമ്പോൾ പോലും വലിയ വിഷമത്തോടെയാണ് പറയാനാവുക. കൊല്ലം ജില്ലയിലെ പോളയത്തോട് വയലിൽത്തോപ്പ് എന്ന സ്ഥലത്ത് ഒരു കുഞ്ഞു വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുകയാണ് റഹീം എന്ന ഈ ഉപ്പയും ഹസീന എന്ന ഉമ്മയും. ഇവർക്ക് 2 മക്കളുണ്ടായിരുന്നു. ഒരാൾ മരണപ്പെട്ടു. മറ്റൊരു മകനാകട്ടെ തൻ്റെ കുഞ്ഞു കുടുംബവുമായി മറ്റൊരിടത്ത് താമസിക്കുകയാണ്. കൂലിപ്പണിക്കാരനായ ഈ മകൻ്റെ വരുമാനത്തിൽ നിന്ന് വല്ലപ്പോഴും കിട്ടുന്ന ചെറിയ തുകയും നാട്ടുകാർ നൽകുന്ന ഭക്ഷണ സാധനങ്ങളുമൊക്കെയാണ് ഇവരെ മുന്നോട്ട് നയിക്കുന്നത്. ഉപ്പായ്ക്ക് വർഷങ്ങളായി അസുഖബാധിതനായി തുടരുകയാണ്. പരസഹായം കൂടാതെ എഴുന്നേറ്റ് നിൽക്കുവാനോ ഒരു വാക്ക് സംസാരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥ. പട്ടിണിയാണെങ്കിലും തൻ്റെ ഭർത്താവിനെ പ്രാണന് തുല്യം സ്നേഹിച്ച് കൂടെ തുടരുന്ന ഭാര്യ. വീട്ടുവാടകയും ഭക്ഷണ ചെലവും മരുന്ന് വാങ്ങാൻ പോലും മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടേണ്ട അവസ്ഥ എത്തിച്ചേർന്നിരിക്കുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ജാതിയോ മതമോ വർണ്ണമോ വർഗമോ നോക്കാതെ മനുഷ്യനായി മാത്രം കണ്ടുകൊണ്ട് പട്ടിണിയില്ലാതെ ഈ 2 ജീവനെ നമുക്ക് സംരക്ഷിക്കാം. നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ നേരിട്ടും അയച്ചും നൽകാം. ഈ ഉമ്മാൻ്റെയും വാപ്പാൻ്റെയും സ്ഥാനത്ത് നമ്മുടെ അച്ഛനമ്മമാരെ ഓർത്തുകൊണ്ട് നമ്മളാൽ കഴിയുന്ന സഹായം ഇവർക്ക് ചെയ്യാം. സഹായിക്കുന്ന ഹൃദയങ്ങളെ സ്നേഹത്തോടെയും പ്രാർത്ഥനയോടെയും അവർ എന്നും ഓർത്തുകൊണ്ടിരിക്കും. എന്റെ ഭർത്താവാണെങ്കിൽ ഇത് സുഖമില്ലാതായിട്ട് കുറെ വർഷങ്ങളായി. ഇപ്പം തീരെ നമ്മളെ കൊണ്ട് നിവൃത്തിയില്ല. ഭക്ഷണത്തിനായാലും മരുന്നിനായാലും വീട്ടുവാടക കൊടുക്കുക. ഈ കാണുന്നത് വാടക വീടാണ്, സ്വന്തമായിട്ടൊന്നുമില്ല. മക്കള് 2 മക്കളില് ഒരു മോൻ മരിച്ച് 7 വർഷം കഴിഞ്ഞു. ഒരു മോനുണ്ട്, കൂലിപ്പണിയാണ്. അതിലുള്ളത് പങ്ക് നമുക്ക് തന്നാണ് നമ്മൾ റേഷൻ കടയിൽ നിന്നൊക്കെ എല്ലാം മേടിച്ചൊക്കെ കഴിച്ച് കിടക്കുന്നത്. നോക്കാത്ത മോനല്ല, അത് ഈ പങ്ക് നമുക്ക് തരുന്നുണ്ട്. 3 പൊടി മക്കളാണ്. മോനും വാടക വീടാണ്. മോനും സ്വന്തമായിട്ടൊന്നുമില്ല. ഒരു പാവം പിടിച്ച കൊച്ചിനെയാണ് കെട്ടിയത്. ആവശ്യം എന്ന് വെച്ചാൽ നമുക്ക് വാടക കൊടുക്കണം, മരുന്ന് എടുക്കണം, ആഹാരത്തിന് വേണം. ഒരു ആശുപത്രിയിൽ പെട്ടെന്ന് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ വണ്ടി പിടിക്കാതെ നമുക്ക് കൊണ്ടുപോകാൻ ഒക്കത്തില്ല. ആ ഒരു അവസ്ഥയാണ്. നടക്കാനോ എടുക്കാനോ ഒന്നും ഒക്കത്തില്ല. പിടിച്ചെഴുന്നേൽപ്പിക്കുകയോ എടുക്കുകയോ എല്ലാം ചെയ്യണം. ഇതിപ്പം പെട്ടെന്ന് മുമ്പേ ഈ സ്ട്രോക്കൊക്കെ വന്ന് തളർന്ന് 20 വർഷത്തിന് മുമ്പേ. അന്ന് തൊട്ടേ ഒന്നിനും പോവാതെ വീട്ടിൽ ഇരുന്ന് നമ്മൾ നോക്കുന്നു. പിന്നെ ഇടയ്ക്ക് വെച്ച് ബ്ലഡ് ഛർദിച്ച് അങ്ങനെയൊക്കെ കൊണ്ടിടന്ന് മരുന്ന് മേടിച്ചു. പിന്നെ ആയപ്പോഴത്തേക്കാണ് ഈ ഹാർട്ട് ഫുള്ളും പോയെന്ന് പറയുന്നു. ശ്വാസകോശം ഇല്ല. ഇപ്പൊ ഫംഗസ് നിറഞ്ഞു. 12 ലക്ഷം രൂപ ചിത്രായി വേണമെന്ന് പറയുന്നു. നമുക്ക് അതിനെ കൊണ്ട് അത്രയും രൂപ ഒന്നും ചെലവാക്കി ഓപ്പറേഷൻ നടത്താനുള്ള ഇതൊന്നും ഇല്ല. കൊല്ലത്ത് ശ്യാം ഡോക്ടറാണ് നോക്കിക്കൊണ്ടിരുന്നത്. പിന്നെ നമ്മളെ അവിടെ നിന്ന് പുലയല റോട്ട് ആശുപത്രിയിലെ ശ്വാസകോശത്തിന്റെ ആശുപത്രി വിട്ട് അവിടെ നിന്ന് ഇപ്പൊ ചിത്രായി പോവാൻ പറഞ്ഞ് ഞങ്ങൾ കൊണ്ടുചെന്ന് കാണിച്ചപ്പോ നമ്മളെ കൊണ്ട് അല്ലാതെ ഒരു നിവൃത്തിയില്ല. മരുന്നിന് മോൻ തരയും പിന്നെ ആരെങ്കിലൊക്കെ ഉള്ളവരൊക്കെ എന്തെങ്കിലും കൊണ്ടുതരയും എടുക്കുകയൊക്കെ ചെയ്താണ്. അത് കുറേശ്ശെ മരുന്ന് മേടിച്ച് കൊടുക്കാൻ നമ്മളെ കൊണ്ട് ഒക്കുന്നുള്ളൂ. തോനെ മരുന്ന് മാസക്കണക്കുള്ള മരുന്നൊന്നും മേടിച്ച് വെക്കാൻ പറ്റുന്നില്ല. കൂടിയ ഗുളികളാണ്. ഒരു മാസം 4000 രൂപ അടുപ്പിച്ചാവും മരുന്നിന് മാത്രം. എന്തെങ്കിലും മരുന്ന് വാങ്ങാനും ഈ വാടക കൊടുക്കാനും നമ്മളെ ഭക്ഷണത്തിനും ഒക്കെ ആയിട്ട് എന്തെങ്കിലും ആരെങ്കിലും സഹായിച്ചാൽ ദൈവത്തിന് കഴിയാൻ അവർക്ക് 100 പുണ്യം കിട്ടും. 100 കോടി പുണ്യം കിട്ടും എന്നുവെച്ചാൽ അങ്ങനത്തെ അവസ്ഥയാണ് നമ്മളിപ്പോ. എനിക്ക് ഹാർട്ടിന് കംപ്ലൈന്റ് ആണ്. ഒരു കൈ പൊക്കാനൊന്നും പറ്റത്തില്ല. അല്ലെങ്കിൽ എവിടെയെങ്കിലും വീട്ടു ജോലിയും ചെയ്യാൻ ഈ സൈഡ് ഇത്ര ഇങ്ങനെ വേദന ആയിട്ടിരിക്കുക. എനിക്ക് കൈ പൊക്കാനും ഒന്നും ഒക്കത്തില്ല. 2 മുട്ടും തേഞ്ഞ്
അങ്ങനെ ഇരിക്കുക. അതാണ് എവിടെയും പോയി ഒന്നും ചെയ്യാൻ പോലും പോകാനൊക്കാത്തത്. അതുപോലെ ഇതിന്റെ കൂടെ ഒരാൾ വേണേം താൻ. അങ്ങനെ രണ്ടുപേരെ ഇവിടെ ഉള്ളു. മൂത്ത മോനൊരു കുട്ടിയുണ്ട്, 8ൽ പഠിക്കുകയാണ് മോന്. ഞാൻ മോനെ ഇടയ്ക്കിടയ്ക്ക് അവരങ്ങ് കൊണ്ടുപോയി. ഇങ്ങനെ ആയപ്പോ പെണ്ണിനെ വേറെ കെട്ടിച്ച് ഇവരങ്ങ് കൊണ്ടുപോയി. പിന്നെ ഞാൻ പോയി നോക്കുമായിരുന്നു. ഇപ്പൊ കുറച്ച് ദിവസം കൊണ്ട് കുഞ്ഞിനെ പോയി ഒന്നും നോക്കാൻ പറ്റുന്നില്ല അവസ്ഥയില്. ഇത്രയും കടപോയി ഭയങ്കര നീരൊക്കെ ആയിരുന്നു. ഭയങ്കര നീര്, ഒരു പൊടി എഴുന്നേൽക്കത്തില്ലായിരുന്നു, ഇങ്ങനെ ഒന്നും ഇരിക്കത്തില്ലായിരുന്നു. ഇപ്പോഴാണ് ഇങ്ങനെയെങ്കിലും ഇരിക്കുന്നത്. നിങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് തീരെ നിവൃത്തിയില്ലാത്തതിനെ കൊണ്ട് ഞങ്ങൾ അത്ര കഷ്ടപ്പാടില്ലാതിനെ കൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് ഞാൻ ഇങ്ങനെ തേടുന്നത്. നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് ഒരു ഇതുവരൊക്കെയും വേണം, നിങ്ങളെ കയ്യിലുള്ളത് തരുകയും വേണം, നിങ്ങൾ സഹായിക്കണം. അതിനു വേണ്ടിയാണ് നമ്മൾ ഈ പറയുന്നത്. നമുക്ക് സഹായിച്ചത് എന്തെങ്കിലും ഒരു സഹായം നിങ്ങൾ തരണം. മരുന്നിനായാലും വീട്ടുവാടകയ്ക്കായാലും ഭക്ഷണത്തിനായാലും അങ്ങനെ നിങ്ങൾ എന്തെങ്കിലും ഒരു സഹായം എനിക്ക് ചെയ്യണം. പിന്നെ ഓപ്പറേഷൻ ചെയ്ത ആള് ജീവിച്ചിരിക്കോ ഇല്ലയെന്ന് എനിക്ക് അറിയത്തില്ല. അതിനുള്ള കാശ് നമ്മളെ കയ്യിലില്ല. അതിനെ കൊണ്ട് അത് നമ്മൾ തീരുമാനിക്കുന്നില്ല, ഓപ്പറേഷന്റെ കാര്യം.